എന്താണ് ഈ വഖഫ്? പലരും എന്നോട് ചോദിച്ചു, എന്താണ് ശരിക്കും ഈ വഖഫ്? ഈ പദത്തിൻ്റെ ആ കാഠിന്യവും അത് പറഞ്ഞു വരുമ്പോഴുള്ള അർത്ഥമൊന്നും ആർക്കും കൃത്യമായിട്ടങ്ങ് മനസ്സിലാകുന്നില്ല. ശരിക്കും അങ്ങേക്ക് അതൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും നല്ലൊരു വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വാക്കുകളും വിഷയവും വഖഫ് തന്നെയാണ്. വഖഫ് എന്താണ് എന്ന് ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് വഖഫ് ആക്റ്റിൽ പറയുന്നത് പ്രകാരം പറയുകയാണെങ്കിൽ, മതപരമോ ചാരിറ്റബിളോ റിലീജിയസോ ആയി ഭക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വസ്തു, പ്രോപ്പർട്ടി, അത് മൂവബിളാകാം ഇമ്മൂവബിളാവാം, ചലിക്കുന്നതോ ചലിക്കാത്തതോ ആയ വസ്തു സ്ഥിരമായി സമർപ്പിക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയപ്പെടുന്നത്. മതപരമോ ചാരിറ്റബിളോ ഭക്തിപരമോ ആയ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരുവന്റെ ഒരു വസ്തു സ്ഥിരമായി സമർപ്പിക്കണം. അത് പിന്നെ തിരിച്ചെടുക്കില്ല. അതാണ് ആ വാക്കിന്റെ പ്രധാനപ്പെട്ട കാര്യം, സ്ഥിരമായി സമർപ്പിക്കണം. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം, ഇത് പറഞ്ഞു കഴിയുമ്പോൾ ആദ്യം സംശയം വരും. എന്താണെന്നറിയോ? ആർക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞില്ല. ആർക്കാണ് സമർപ്പിക്കുന്നത്? അത് വലിയൊരു ചോദ്യമാണ്. അതാരും പറയുന്നില്ല. ആർക്ക് സമർപ്പിക്കുന്നു? അവിടെയാണ് ഇത് പ്രധാനപ്പെട്ട കാര്യം. ഇത് സമർപ്പിക്കുന്ന അള്ളാഹുവിനാണ്. അള്ളാഹുവിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ലിവിങ് പേഴ്സൺ അല്ല സമർപ്പിക്കുന്നത്, അള്ളാഹുവിന് സമർപ്പിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തി ഞാൻ എൻ്റെ പ്രോപ്പർട്ടി അള്ളാഹുവിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പെട്ടുപോയി. കണ്ടീഷൻ ഒന്നും കൂടാതെ, കണ്ടീഷൻ എന്തെങ്കിലും വെച്ചാൽ അത് പോയി. അത് വഖഫല്ല. കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും വഖഫല്ല. അൺകണ്ടീഷണലായിട്ട് അള്ളാഹുവിന് പെർമനന്റ് ആയിട്ട് സമർപ്പിക്കണം. അതാണ് വഖഫ് എന്ന് പറയപ്പെടുന്നത്. അത് സമർപ്പിക്കുന്ന ആളെ വിളിക്കുന്നത് വഖഫീന്ന. ഇത് കൊടുക്കുന്നയാളെ വിളിക്കുന്ന പേര് വഖഫി. സമർപ്പിക്കുന്ന ആളെ വഖഫി ആണ് വഖഫ് ചെയ്യുന്നത്. ഇതിലൊരു കഥ പറയുന്നുണ്ട്. ഈ മുഹമ്മദിന് ഉമർ ജൂതന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തൊരു തോട്ടം സമർപ്പിച്ചു. അത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനായിട്ട്, ഈ മുസ്ലിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് അള്ളാഹുവിന് സമർപ്പിച്ചു. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇന്ന് സംഭവിക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്.